ഹായ് ഹായ് ഫ്രണ്ട്സ്. ഹായ് മണി. സുന്ദർ ഹായ്. ഹായ് വിഭീഷ് ദുറൈ ഹായ്. ഹായ്. என்ன ஃபுட்டு சாப்பிட்டீங்க? சாப்பாடு பிரியாணி. சாப்பாடு இல்லை, பிரியாணி சாப்பிட்டீங்க. സാജനേട്ട ഹായ് ഏട്ടാ. ജയരാജ് വെരി നൈസ്, താങ്ക് യു. சாப்பிட்டீங்க. நீங்கள் சாப்பிட்டீங்களா? சிக்கன் பிரியாணி சாப்பிட்டீங்க? நான் சிக்கன் பிரியாணி சாப்பிட்டேன். ഓക്കെ. സുരേഷ് സൂപ്പർ. വലിയൊരു ടീഷർട്ടാണ്, ഫ്രീ ആയിട്ടുള്ളൂ. ഹനീഫേട്ട ഹായ്. ഭക്ഷണം കഴിച്ചു ഏട്ടാ. പുഷ്പ പ്രഭാകരൻ ഏട്ടാ കഴിച്ചു. ശ്രീരാജ് ഫുഡ് കഴിച്ചു കേട്ടോ. ആണോ വിനോദോട്ടാ? ശരി. എന്തിൽ ബിരിയാണി ഉണ്ടാക്കിയോ അതോ പുറത്തു നിന്ന് വാങ്ങിയോ? ഇല്ല ഏട്ടാ, ഉണ്ടാക്കിയേട്ടാ. ഉണ്ട് ഏട്ടാ, വരി ഏട്ടാ, കഴിക്കേട്ടാ. ബിരിയാണി ഉണ്ട്. അരുൺ നിഹാഷ് ഹായ്. പാട്ട് പാടാലോ? ശുഭേട്ടാ. ചിക്കൻ ബിരിയാണി. ബിരിയാണി என்ன ബിരിയാണി? ബിരിയാണി അതാ ചിക്കൻ ബിരിയാണി കേട്ടാ. മണി സുരേഷ് ഗുഡ് നൈറ്റ് ആണ്. ഗുഡ് നൈറ്റ്. കണ്ണൻ ബിൻകുമാർ ഫുഡ് കഴിച്ചു. ബിന്നിലേട്ടാ കഴിച്ചു കേട്ടാ. രാജ് കഴിച്ചു. വേണോന്ന്? വേണ്ട, ബിരിയാണി ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചു വയറുന്നാണ്. എവിടെ നിന്നും ഒരു സൗണ്ട് കേൾക്കും പറയുമ്പോഴത്തേക്ക് കേട്ടാ. മസാല ദോശ ഉണ്ടോ? മസാല ദോശ വിനോദേട്ടെ. ഓക്കെ. കണ്ണൻ ഹായ് സിസ്റ്റർ ഹായ്. ഡിന്നർ ഫിനിഷ് ഗിരീഷ് ഹായ്. കൊട്ടക്കടം ശരണം. സൂപ്പറാണ്, താങ്ക് യു ഏട്ടാ. ദിനീഷ് ഏട്ടാ ഹായ്. അരുൺ സൂര്യമൂർത്തി സുന്ദർ അഭിരാമി അഭി രമേഷ് ഹായ്. ശക്തി കണ്ണൻ ലവ് യു. വിനോദാട്ട ഗുഡ് നൈറ്റ് വയനാട്. ചിരി കൊള്ളാം, താങ്ക് യു ഏട്ടാ. ലവ് യു. അരിവഴകൻ വെരി ഫൈൻ. മക്കളെ ഉറങ്ങി. ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് വന്നാലോ? കുഞ്ഞുങ്ങളെവിടെ പോയി? ഉറങ്ങുന്നു കേട്ടാ. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വരാം. ഒരു മിനിറ്റ്.
ഇന്ന് മെസ്സേജ് വിട്ടിട്ട് മറുപടി തന്നില്ല. അയ്യോ റോഷനേട്ടാ പറയേട്ടാ, കഴിച്ചു കേട്ടാ സ്പെഷ്യൽ ബിരിയാണി നിനക്ക് കിട്ടി. ടീഷർട്ടും അല്ലേ ഉണ്ടായിരുന്നു. ചൂടെടുക്കില്ല, ഫ്രീ ആയിട്ടാ ലൂസായിട്ടുള്ള ബിരിയാണി ഇട്ടു. സുബ്രഹ്മണ്യൻ ഹായ്. താങ്ക് യു സൂര്യമൂർത്തി. മണി ഓക്കെ ബൈ. വിനോദേട്ടാ ഓക്കെ ഏട്ടാ. ദാമോദരൻ ഗുഡ് നൈറ്റ്. അനിത ഗുഡ് നൈറ്റ്. മണി ഫ്രം കേരള. രാധാകൃഷ്ണൻ സട്ടച്ച. സ്മൈൽ. ലെഗ് പീസൊന്നും ഇല്ല കേട്ടോ, ചെറിയ ചെറിയ പീസായിട്ട്. അതല്ല ടേസ്റ്റ്, ചിക്കൻ്റെ ആ മറ്റേ ടേസ്റ്റൊക്കെ ബിരിയാണിയിൽ ഇറങ്ങുമ്പോൾ. അപ്പോൾ ചെറിയ ചെറിയ പീസാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. സജി കേട്ടോ നമസ്കാരം. ഹായ് ചേച്ചി ഹായ്. എന്താണ് ഇവിടെ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്? വണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അതെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. എന്താ മിക്കി? അതെ കേട്ടോ. എൻ്റെ സ്റ്റിക്കർ. എന്തുണ്ട് വിശേഷം? എൻ്റെ സിസ്റ്റർക്ക് എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം ഏട്ടാ. അൻകുട്ടി. രാജു ഏട്ടാ സുഖമായിരിക്കുന്ന ഏട്ടാ. രാജേട്ടാ ഭക്ഷണം കഴിച്ചോ? ബിരിയാണി വാങ്ങിയോ അതോ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചതിന് മറുപടി തന്നോ? അനിത തന്നു ഏട്ടാ, ഞാൻ കാണിച്ചു തരാമെന്നും കൂടെ പറഞ്ഞു. ഇവിടെ ഉണ്ട് വരാനും കൂടെ പറഞ്ഞു. വരെയും കഴിക്കുക വരെയും പറഞ്ഞു സാജനേട്ടാ. സുന്ദരൻ ഓക്കെ. മണി ആയിക്കോട്ടെ. എൻ്റെ പ്രവീണ ഏട്ടാ. സൗന്ദര്യം കാണുന്നില്ല ഏട്ടാ. ഇതൊക്കെ തന്നെ എന്താണ് സൗന്ദര്യം? പിന്നെ ഇന്നലെ കണ്ടതിനേക്കാൾ കുട്ടിന്നാണ് ആണല്ലേ. എന്താണ് ഉലകം? നമുക്കൊന്നും മറുപടി ഇല്ലല്ലോ. ബായ് സോണിയേട്ടാ. അങ്ങനൊന്നും പറയരുത് പ്ലീസ്. ഇരിക്കേട്ടാ. ഇത് കുറച്ചു നേരം കഴിഞ്ഞ് ഈ കത്തിക്കലൊക്കെ തീരും. ഗോപി സാപ്പിട്ടീന്. അനീഷ് ഹവർ യു ഫൈൻ. ബിജു കറണ്ട് പോയതാ? അതാ ഇല്ല, ക്ലിയർ ഇല്ല എന്നാ പറയണത്. സമയത്ത് കറുത്ത ഡ്രസ്സ് ഇടരുത് ഈ സമയത്ത് അല്ലേ. ഇരുട്ടായിട്ടാണ് അല്ലേ. എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇടണ്ടേന്ന് പറഞ്ഞ. എന്താണ് ഉലകം? ഡ്രസ്സ് സൂപ്പറാണ്. പിന്നെ കുറി തൊട്ട് കാണാൻ അടിപൊളി. താങ്ക് യു. അതന്നെ പണി. നിക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്യട്ടെ ഞാൻ. ബ്ലോക്ക് ചെയ്തു. ഇനി പോയിക്കോളൂ. ഹായ് ഷിബുട്ടാ സുഖമായിരിക്കുന്നു. വിജുവേട്ടാ ഒരു പാട്ട് പാടാം. ഓക്കെ ഷിബുട്ടാ ഒരു പാട്ട് എഴുതി വിടേട്ടാ. എൻ്റെ സൗണ്ട് ഒരു വല്ലാത്തത് ഇല്ല ഏട്ടാ. എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികൾ. രാജേട്ടാ വെള്ളിയാഴ്ച എന്നെ കഴിപ്പിച്ചത് ഞാൻ മറന്നില്ല. മണി ஐஸ் பிரியாணி உங்களுக்கு தெரியுமாப்பா? இல்லை தெரியாதுப்பா. ராம்ராஜன் குட் நைட். இப்போ நான் நல்லா சாப்பிட்டேங்க, அதனால எந்த மைண்டுமே இல்லை. ஆனால் தெரியல. சோனியாட்ட പറയട്ടാ. ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. സാப்பிട്ടാச்சு സിസ്റ്റർ. സാப்பிட்டீங்க രാമൻ. മണി ഇന്നൊരു നാൾ എല്ലാവർക്കും മറുപടി തരാം. വെയിറ്റ് ഇരുന്നാൽ എല്ലാവർക്കും മറുപടി തരാം. അഭിലാഷ നല്ലൊരു പാട്ട് പാടാം ഡ്രസ്സില് കുട്ടിയോ എന്താ പറയണ കേട്ടാ? എന്തൊക്കെയോ ശരി പോട്ടെ. എന്തോ പറയുന്നു. ഗുഡ് നൈറ്റ് മാഡം. പാട്ട് പാടാം നമുക്ക് പാടാം. സൂപ്പർ താങ്ക് യു. തിരുന്നൂർ സൂപ്പർ. ഓക്കെ. മുഹമ്മദ് മക്കൾ എവിടെ പോയി? ഉണ്ട് ഏട്ടാ. അപ്പോൾ ഇന്നാൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അതെ ഏട്ടാ. നാസറേട്ടാ. ആനന്ദകുമാർ, അയ്യപ്പൻ, ദിലീപ് ജാടയാണോ? ഇല്ല ഏട്ടാ, ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് ഏട്ടാ. ദിലീപ് ഏട്ടാ ഒരു ജാടയില്ല. എന്നെ ഓടിപ്പോകണം മെസ്സേജുകൾ. അതുകൊണ്ടാണ് രാത്രി എന്താ ഭക്ഷണം ഉണ്ടാക്കിയത്. അതാണ് ബിരിയാണി. ഓ പ്രിയനിനക്കൊരു ഗാനം. ആനന്ദകുമാർ. ഐ എം വെരി
കേൾക്കേറാമോ രാജകുമാരി. ഐ ആം വെരി ഇൻട്രസ്റ്റഡ് ഫോർ യു മണി. ഹായ് ബ്രോ. എന്താ നല്ല ഒരു ഭർത്താവ് നിന്ന് ഫുള്ള് ഹാപ്പി അല്ലേ? എത്ര നല്ല ഒരു ഭർത്താവ് എന്ന് ഫുള്ള് ഹാപ്പി അല്ലേ? പിന്നെന്താ പ്രമോദ് അനിയൊക്കെ ഗുഡ് നൈറ്റ്. എനിക്ക് വയ്യ, എന്താ പറയാ. ആയി രവിയേട്ടാ. അനന്തകുമാർ രാത്രി എന്താ ഭക്ഷണം ഉണ്ടാക്കിയത്? അതന്നെ ഏട്ടാ, ബിരിയാണിയാണ് ഉണ്ടാക്കിയത് കേട്ടാ, ബിരിയാണി. ഗൗതം തമിഴ് എൻ്റെ സ്റ്റിക്ക് പൊട്ടിപ്പോയി. അതിൻ്റെ ഒരു കാല് പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ എങ്ങനെ താഴെ ഇരുന്ന് ലൈവ് ചെയ്യും? ഫ്രണ്ട്സ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. സ്റ്റിക്ക് പൊട്ടിപ്പോയി ഫ്രണ്ട്സേ. 1 വർഷമായി സ്റ്റിക്ക് വാങ്ങി. ഇപ്പോഴാണ് അതിന് പൊട്ടാൻ കണ്ടത്. അതമ്മോ ഞാൻ ഡ്യൂട്ടിക്ക് കയറാൻ ടൈമായി പോവുക. അയ്യോ രമ്യ പേര്. അയ്യേ, എൻ്റെ പേര് അനിതയാണ് കേട്ടാ. അതെ കേട്ടാ. ഞാനിവിടെ ഇരിക്കുകയാണ് കേട്ടാ, മുടിയിൽ കാല് കടയുന്നു, അല്ലാണ്ട് കാല് കടയുന്നു. ഇത്ര നേരം അടുക്കളയിൽ നിന്ന് ബിരിയാണിയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഇനി എനിക്ക് വയ്യ. ചൂടെടുക്കുന്നു, പക്ഷെ നിന്നാ കാര്യമില്ല. കുറച്ച് മുന്നിലേക്ക് വരാം, നമുക്ക് പുതിയത് വാങ്ങാം. അതെ കേട്ടാ നാസറേട്ടാ, വല്ലാത്ത സങ്കടമായിപ്പോയി. പ്ലാസ്റ്റിക് അല്ലേ അത്, പത്രം ഇതൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, മോളിന്ന് താഴെ വീണു. കുറേ വീഴല് അത് കിട്ടിയിട്ടുണ്ട്, കുറേ അടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചെന്തോന്ന് ചെറുതായിട്ട് താഴെ വീണു ഇട്ടു. എന്നാ ടീഷർട്ട് പോട്ട് ലൈവ് കൂടാതെ சொன்னது. ടീഷർട്ടുക്ക് என்ன பிரச்சனைங்க? നല്ലൊരു ആശാരി പണിക്കാനാണ് വന്നാൽ മതിയോ? സ്റ്റിക്ക് പൊട്ടി ശരിയാക്കാനാണോ? ഹായ് സുരേഷ് ഏട്ടാ. പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. നിങ്ങൾ വേണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആനന്ദകുമാർ സെൽവകുമാർ ലവ്. ജയ് ശങ്കർ. ഇച്ചിരി നല്ലത് വാങ്ങാം കേട്ടോ. അതെ ഏട്ടാ, ഇത്തിരി നല്ലത് വാങ്ങിക്കാം, അല്ലാതെ എന്ത് ചെയ്യാം. ഇച്ചിരി നല്ലത് വാങ്ങാം. ഓക്കെ. കടപ്പുറത്ത് ഇരിക്കുന്നതിൻ്റെ ഫീലില്ലേ, മോളിൽ കപ്പൽ പോലെ ഉണ്ടല്ലേ? ശരിയാണ്, വല്ലാത്തൊരാള്. കപ്പൽ. അനിത. എൻ്റെ പേര് ചോദിക്കുന്നില്ല. എന്നാ പേര് ചോദിക്കുന്നില്ല. ബിജു ഏട്ടാ, എൻ്റെ പേര് അനിതയാണ് കേട്ടാ. ഓക്കെ. സ്വീറ്റ് ബട്ടർഫ്ലൈ. ഗുഡ് നൈറ്റ്. മുടി മാറ്റുമോ? എന്തിനാ കേട്ടാ മക്കളെ? ഇന്ന് ആരും വന്നില്ല. രാധേട്ടൻ എവിടെ? എല്ലാവരും ഉറങ്ങിന്നാ തോന്നുന്നത്. ഭയങ്കര ക്ഷീണമായിരിക്കും, അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകുമായിരിക്കാം. സാധനമായിട്ട് എന്താന്ന് കഴിച്ചത്? പാലക്കാട് എവിടെയാ? പാലക്കാട് കുട്ടിക്കാട് ഏട്ടാ. കുട്ടിക്കാട്, മലമ്പുഴ കുട്ടിക്കാട്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൻ മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറിഞ്ഞു എന്നെ ഉള്ളോർക്കുടം പോലെ തേങ്ങി. മുടി എവിടെ കിടന്നോട്ടെ. അതെ. ചൂട് ഐസ് ബിരിയാണി സോറുപ്പാ. அப்படிங்களா? ചൂടുണ്ടോ? കുട്ടിയെ അടുത്ത് പറഞ്ഞു തരാമോ? എന്താ പറയുന്നത്? കൊല്ലങ്കോട്. എനിക്കറിയില്ല കേട്ടോ കൊല്ലങ്കോട്. ഇന്ന് ജിമിക്ക് ചെറുതാക്കിയോ? ചെറുതാക്കി. ഇത് മാച്ചായിട്ട് ബ്ലാക്ക് എന്നിട്ടുണ്ടാട്ടാ. ബനിയൻ നന്നല്ല. അതെന്നെ നന്നല്ല അല്ലേ? ശരി, ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യും സുരേഷ് ഏട്ടാ. ചോറ് മീൻകറി
കറിയുടെ ചാറ്, മുട്ട ഓംപ്ലേറ്റ്, അച്ചാറ്. ഓക്കെ. എന്നാ ഇപ്പോൾ ആർക്കും എന്താണ് ഇന്ന് ജിമ്മിക്ക് ചെറുതായി. അതെ, എന്താ പറയണത്? നന്നല്ല ബെനി സുരേഷ് ഏട്ടാ, ഒന്ന് ക്ഷമിക്കേട്ടാ. ഇത് നന്നായി ഫ്രീ ആയിട്ടുണ്ടോന്ന് പറഞ്ഞപ്പോ ശരി പറഞ്ഞിട്ട് ഇട്ടതാ. താമരപ്പൂക്കും തണ്ണിക്കും എണ്ണയ്ക്കും സൺഡേ വന്നത്. നന്നല്ല പറയുന്നുണ്ട്. കഴിച്ചു ചോറ് മീൻകറി. ഓക്കെ, കഴിച്ചു വായിച്ചു. എൻ്റെ രാധേട്ടാ പിണങ്ങിയ രാധേട്ടാ, എന്നെ ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ, ഒന്ന് അന്വേഷിക്കുന്നത് പോലും ഇല്ല. അയ്യോ അങ്ങനൊന്നും പറയല്ലേ ഏട്ടാ. ഒന്നും പറയണ്ട, അങ്ങനൊന്നും പറയണ്ട. எலெக்ஷன் ஆயில்லே. அது நானும் உங்ககிட்ட என்ன சொன்னீங்க அனிதா, லைவுக்கு டிஷர்ட்டு போடக்கூடாதுன்னு சொன்னேன். அப்புறம் எனக்கு என்ன மரியாதை அனிதா? அப்படி இல்லைங்க, டிஷர்ட்டுன்னு പറയുമ്പോൾ இதில் என்ன பிரச்சனைங்க? இந்த டிஷர்ட்டுக்கு என்ன சொல்லுங்க, நீங்க சொல்லுங்க ஃப்ரெண்ட்ஸ், நீங்க சொல்லுங்க. இதுக்கு ஏதாவது பிரச்சனை இருக்குதுங்களா சொல்லுங்க. போரா இருக்குங்களா? ஒண்ணுமே இல்லைங்க. என்னங்க அது? ஐயோ கடவுளே. மணி சொல்லுங்க, மணி நீங்க சொல்லுங்க, இந்த டிஷர்ட்டுக்கு என்ன பிரச்சனைங்க? ബിരിയാണി ഇത്തിരി പാഴ്സൽ അയക്കൂ. ബിരിയാണി കാണിച്ചേട്ടെ, ഭംഗിയൊന്നും ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. ടീഷർട്ട് മിക്കി മോസ്താന. நல்லா இல்லைங்களா? என்னங்க கருப்பு ഞാൻ എനിക്ക് പിടിച്ച കളർ ആണല്ലേ. കറുപ്പ് தான் எனக்கு പിടിച്ച കളർ. സന്തോഷ് കൂൾ 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 കൂൾ. സെൽവകുമാർ ഗുഡ് നൈറ്റ്. ടീഷർട്ട് നോ ഇഷ്യൂസ്. ഓക്കെ. ഞാനും പാലക്കാടാണ് താമസം, സ്ഥലം മുണ്ടൂര്. അറിയാമോ? പിന്നെന്താണ് മുണ്ടൂര്, എൻ്റെ വലിയമ്മയുണ്ട്. കൂടെ എന്താണിത്? മരണമോ? அவ்வளோதான். எதுக்கு அப்புறம் உங்க இஷ்டம். என்ன சந்தோஷ், என்னாச்சு சந்தோஷ்க்கு இன்னைக்கு? நல்லா தானே இருந்தீங்க, ஏன் சந்தோஷ்? உங்களை விருப்பம் அனிதா. അതാ എന്നെ മണി, ഞാൻ ഉച്ചയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു, വായിച്ചതുപോലും ഇല്ല. അത് ഉച്ചക്കലത്തെ കാര്യം ഞാൻ പറയട്ടെ. എന്താണ് ലൈവ് ഞാൻ കുറച്ച് ഇതായി കൊണ്ട് കട്ടായി പോയതല്ലേ. കുഴപ്പവും ഇല്ല അനിത, എൻ്റെ സപ്പോർട്ടുണ്ട്. ഓക്കെ, സാജനേട്ടനടുത്ത് ഞാൻ ചോദിക്കും. നമ്മൾ ഇടുന്ന ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കില്ല സാജനേട്ടനടുത്ത്. അതെ, നാസറേട്ടൻ പറയും, കറക്റ്റായിട്ട് പറയും. സാജനേട്ടനും പറയും, നന്നല്ലെങ്കിൽ നന്നല്ല പറയും. നീ ബനിയൻ ഇട്ടാൽ അടി കൊള്ളും. അയ്യോ അയ്യ. ശരിയേട്ടാ ശരിയേട്ടാ. എന്താ ഈ ബനിയന് പ്രശ്നം അറിയില്ല, എന്നാലും കുഴപ്പമില്ല. ശരി. ശക്തി ഹായ്. കുഞ്ഞിക്കിളേ കൂടെ വിടേ, കുഞ്ഞോമനയെ നിൻ കൂടെ വിടേ, എൻ്റെ കൂട്ടിൽ നീ പോരാമോ, എന്നോടൊന്ന് പാടാമോ, പാടത്തെ പൂനുള്ള പാടത്തെ ചൂടക്കാൻ. കുഴപ്പമില്ല. അതെ, ഷിബുട്ട് കുഴപ്പമില്ല എന്ന് പറയുന്നു കേട്ടാ. വീഡിയോ കേട്ടാ, അന്നൊരു ദിവസമല്ല അഡ്ജസ്റ്റ് ചെയ്യേ. ഓക്കെ. കൊല്ലംകോടും ഉണ്ട്, പാലക്കാട് കൊല്ലംകോടും ഉണ്ട്. നാളെ കാണാൻ പറ്റുമോ? എന്താ പ്രവീണേട്ടാ പറയുന്നത്? എനിക്ക് പൈസ കിട്ടും, ഒരു 5 വയസ്സ് കുറഞ്ഞ പോലെ. സൂപ്പർ അനിത.
അയ്യപ്പാ കുഴപ്പമില്ല, സോറി. ഇങ്ങനെ ഒന്ന് നോക്കിക്കോ. ഓക്കെ ഏട്ടാ. ചാണക്ക ഭക്ഷണം കുറച്ച് കഴിക്കണമൊക്കെ നമ്മൾക്ക്. രാധേട്ട എന്താ പറയണ, വെയിലത്ത് പോവില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തം മേലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോ അയ്യപ്പ ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. അതിന് ഹസ്ബൻഡ് പിന്നെ മദ്യപിച്ച് വണ്ടി ഓടിക്കരുതെന്ന് ഒരു നിയമമുണ്ട്, അറിയോ? അതുകൊണ്ടാ ചേച്ചി കയറാതിരുന്നത് വണ്ടിയിൽ. പിടിക്കുമ്പോ അവൻ്റെ പിടിക്കില്ല, എന്നെ പിടിക്കില്ലല്ലോ. എനിക്ക് ബിരിയാണി കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്താ തണുപ്പ് പിടിച്ചു, സുഖമില്ലേ? സുഖമുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്താ അറിയില്ല. ജീവിക്കുകയാണല്ലോ നമ്മള് ഏട്ടാ, ജീവിക്കുകയാണല്ലോ ഏട്ടാ, ജീവിക്കുകയാണല്ലോ. തുമ്മൽ ജലദോഷമെങ്കിൽ ജലദോഷം മാറത്തുള്ളൂ. എന്താ പറയുന്നത് ഷിബോട്ട? ட்ரெஸ்ஸிங் சென்ஸ் உங்களுக்கு தெரியும், ஸோ உங்களுக்கு விருப்பம் எனிதிங் കംഫർട്ടബിൾ. ഓക്കെ. കാണുന്നവരുടെ ചിന്തയ്ക്ക് ആണ് കുഴപ്പം. എനിക്ക് കുഴപ്പമൊന്നുമില്ല തോന്നുന്നു കേട്ടോ. പിന്നെ കറുപ്പായിപ്പോയി, കാണുന്നില്ലായിരിക്കാം. പിന്നെ നമ്മൾ കറുത്തിട്ടാണല്ലോ, അപ്പം ഇങ്ങനെ കറുപ്പ്, എല്ലാം കൂടെ കറുപ്പ്, ഇരുട്ട്, ബാക്ക്ഗ്രൗണ്ടും ഇരുട്ട്, അതൊക്കെ ശരി തന്നെയാണ്. അല്ലാതെ വേറെ ഇതിനൊന്നും കുഴപ്പമില്ല എന്നാ തോന്നുന്നത്. ദൈവം, അപ്പൊ എൻ്റെ അടുത്ത് അത്രയും ഞാൻ ടീഷർട്ടാണല്ലോ മാക്സിമം ഞാൻ ഇടാറ്. ഇത് മാത്രം എന്ത് പറ്റിയെന്ന് അറിയില്ല. വലിയ ടീഷർട്ട് ആയതുകൊണ്ടാണോ? കാണുമ്പോൾ തോന്നുന്നു എന്താ ഒരു വാക്ക് ആരും അറിയാതെ നോക്ക്. അയ്യോ, എന്താണ് അവിടെ ഒരു സൗണ്ട് ഉണ്ടല്ലോ? പള്ളിയില് എന്തോ ഒരു പ്രോഗ്രാമാണ് തോന്നുന്നു. പ്രോഗ്രാമില്ല, എന്താ പറയാ, പള്ളിയിലെന്തോ ആണ്. ശകുന്തള വരില്ലേ? വരൂ ഏട്ടാ. എന്നെ நீங்க டிஷர்ட் போடல வந்தா கமெண்ட். கமெண்ட் எல்லாம் நல்ல கமெண்ட் தான் வருதுங்க. சளி பிடிச்சிருச்சுன்னு நினைக்கிறேன். ഇപ്പോൾ പല്ല് മാത്രമേ ഉള്ളൂ വൈറ്റ്. അതോ, ഓ മൈ ഗോഡ്, എന്ത് പറ്റിയ ഇപ്പോഴോ? പക്ഷെ കമന്റ് ചെയ്യാൻ പറ്റില്ല, എന്റെ മോൻ കാണുന്നില്ല. കാരണം എന്താ പറയാ, ഇപ്പൊ കാണുന്നുണ്ടോ? സ്ക്രീന് താത്തുമ്പോ ആ വെളിച്ചം, എനിക്ക് എന്തായാലും ഒരു ലൈറ്റ് വേണം. ടേബിൾ ലൈറ്റ് ഉണ്ടല്ലോ, ഞാനിതോട് ഭർത്താവിനേക്കാൾ കറുത്തിട്ടാണ്, അതിന് ഇടയ്ക്ക് കറുപ്പാണ് എന്ന് പറയില്ലേ? ഞാൻ കറുപ്പാണ്, ഞാൻ കറുത്തിട്ടാണ് കേട്ടാ, ഞാൻ കറുത്തിട്ടാ. എന്നെ വിട്ട് നിലക്കുട്ടി, എന്നെ വിട്ടോ നിലക്കുട്ടി? എന്തിന്? മണിക്കുട്ടേട്ടൻ, മുരളി ഡാർലിംഗ്, സുഖമില്ലെങ്കിൽ ആശുപത്രിയിൽ പോകൂ ബിജുവേട്ടൻ. ഇന്ന് വെയിൽ കൊണ്ടോ തുമ്മൽ ഇരിക്കാം. 2 നേരം കുളിച്ചു, ഇന്ന് 2 പ്രാവശ്യം കുളിച്ചു, അതുകൊണ്ടാ. കുളി കഴിഞ്ഞു. എന്ത് ചെയ്യാനാ മോളെ, ജീവിച്ചു പോയില്ല.
പോയില്ലേ? പോയി, ജീവിച്ചു പോകൊണ്ടിരിക്കുന്നു. പിന്നെ ഏഴഴകാണ്. ഓ വെളുപ്പിനഴക്, കറുപ്പിനഴക്, ഓ ഓ വെളുപ്പിനഴക്, അതെ അതെ, കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്, ഓ പുലരിയിലെ. വണ്ണം വെച്ചു പോയോ അല്ലേ? വണ്ണം വെച്ചാ എന്തെങ്കിലും ഒന്ന് ഡോക്ടറെ കാണിക്കേ. അതെ உதயகுமார் சிஸ்டர், நீங்கள் அழகாக இருக்கிறீங்க. நான் உங்களுக்கு ஃபஸ்ட்டு பண்ண மெசேஜ் கொஞ்சம் நல்லா படித்து பாருங்கள். கண்டிப்பாக படிக்கிறீங்க. இன்னும் ஜோஸு, ஹாய் சேச்சி, படிக்கிறீங்க. சந்தோஷ் 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 சந்தோஷம் சந்தோஷம் வாழ்க்கை. உங்களுக்கு என்ன கமாண்டு வருதுன்னு தெரியும். அதுதான், உங்களுக்கு தமிழ் படிக்க தெரியும். நான் உங்களுக்கு ஸ்க்ரீன்ஷாட் சரி விடுங்க விடுங்க. அப்படித்தான் 4 பேரும் 4 விதமா சொல்லுவாங்க. எல்லாருமே ஒரே மைண்டில் இருக்க மாட்டாங்க இல்லைங்க. 5 விரல் 5 கரெக்டாக இருக்குதுங்களா? இது சின்னதாக இருக்குது, அதுக்கும் கொஞ்சம் பெருசாக இருக்குது, இது அதோட பெருசு, இது கொஞ்சம் சின்னது, இப்படி தானே? அதே மாதிரி தானே எல்லாரும் ஒரே என்ன சொல்கிறது, ஒவ்வொருத்தரும் ஒவ்வொரு மாதிரி, சரிங்களா? அப்போ அவங்க மைண்டு எப்படி இருக்குதோ அவங்க மைண்டு பொறுத்த வரைக்கும் அவர் கமெண்ட் பண்ணுவாங்க. വെറുതെ ചിരിപ്പിക്കാതെ. ഹായ് ജയേട്ടാ, നമസ്കാരം. പാടിയത് സൂപ്പറാണെന്നോ? യു ആർ വെരി സൂപ്പർ, താങ്ക് യു. എന്താ വിശേഷം? നാട്ടിലെവിടെയാണ്? പാലക്കാടാണ് ഏട്ടാ. മെസ്സേജുകളൊക്കെ ഇങ്ങനെ മേലേക്ക് പോയിട്ടുണ്ട് കേട്ടോളെ. ഒന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, സ്പീഡായിട്ട് പോകുന്നു. ഹായ് സിസ്റ്റർ, ഞാൻ കഴിക്കുക. വരുന്നോ? ചോറ്, മീൻ വറുത്തതും സാമ്പാർ. സൂപ്പർ രാജേഷ് ഏട്ടാ. ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. ബിരിയാണി കഴിച്ച് വയറിൽ ഫുൾ ഒരു കുറച്ചും കൂടെ ഗ്യാപ്പില്ല. ചേട്ടൻ കഴിക്കേട്ടാ രാജേഷ് ഏട്ടാ. പാലക്കാട് എവിടെയാണ്? കൊട്ടേക്കാട് ഏട്ടാ. അനിതാ ടീഷർട്ട് போடுங்க, നോ പ്രോബ്ലം. സ്റ്റാർ போடுங்கப்பா. ஓகே சந்தோஷ் ஹாய். ஓகே சாரி, குட் நைட். என்ன சந்தோஷ், கோவம் வந்துருச்சுங்களா? சந்தோஷ் கோவப்படக்கூடாது. വിജു ബി ഓക്കെ, ഗുഡ് നൈറ്റ്, ബ്യൂട്ടിഫുൾ. ഞാൻ കാര്യം പറഞ്ഞതാണ് സന്തോഷ്. വിജയൻ ഹായ് അനു, ഗുഡ് നൈറ്റ്. ഹായ് അനു, ഹായ്. കുളിച്ചത് കൊണ്ട് കുറച്ച് ഗ്ലാമർ കുറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ തമിഴ്. ഞാൻ തൃശ്ശൂരുകാരനാണ്. ആണോ ഏട്ടാ? ഹരിഹരൻ ഏട്ടാ, ഇപ്പോൾ മെസ്സേജ് ഒന്നും കുറഞ്ഞോ? എൻ്റെ മെസ്സേജ് കുറേ പോട്ടെ. ബിരിയാണി കഴിച്ചത് കൊണ്ട് ആയിരിക്കും. മലയാളി പെണ്ണെ നിന്റെ മനസ്സ്, മലയാളി പെണ്ണെ നിന്റെ മനസ്സിൽ, അതാണ് ചോദിച്ചത്. ലിപ്സ്റ്റിക്കോ? എന്താടാ പറയണത്? ലിപ്സ്റ്റിക്കൊന്നും നമ്മളെ വാങ്ങിക്കാറേ ഇല്ല. എന്താണെന്ന് ചോദിക്കും. ഒരെണ്ണം കേട്ടോ, ബിരിയാണി. പാലക്കാട് എവിടെയാണ്? ടൗണിലാണോ? പാലക്കാട് ടൗണിലല്ല, ഇപ്പൊ കോയമ്പത്തൂരാണ്. ഇന്ന് നല്ല സുന്ദരിയാണ് വിലക്കുട്ടി. താങ്ക് യു ഏട്ടാ, വിലക്കുട്ടനേട്ടാ. ഈ പാലക്കാട് എവിടെയാണ്? പാലക്കാട് കോട്ടയക്കാടാണ് ഏട്ടാ. ഇപ്പം ഇരിക്കുന്നത് കോയമ്പത്തൂരാണ്. ഞാൻ TVM കാരനാണ്, തിരുവനന്തപുരം. പ്രദീപ്, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് അനിത. ഓക്കെ രാധേട്ടാ, പറയേട്ടാ. ഇന്നെന്തായിരുന്നു പണി? ഉണ്ടായിരുന്നോ? ഞായറാഴ്ച എന്തായിരുന്നു? എന്താണ് ഫുഡ് കഴിച്ചത്? പറയേട്ടാ. സാജരേട്ടൻ പറഞ്ഞു എന്താ കഴിച്ചതെന്ന്. അങ്ങ് പറയേ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. വാട്ട് സ്പെഷ്യൽ ലഞ്ച്? ചിക്കൻ ബിരിയാണി. ദുരൈ
ചിക്കൻ ബിരിയാണി. അതെ ഏട്ടാ, മധു ഏട്ടാ, പോ. കോയമ്പത്തൂർ എവിടെ? കോയമ്പത്തൂർ കുഞ്ഞിമുത്തൂര്. കുഞ്ഞിക്കിളേ ഇവിടെ ഒരുപാട് വെളിച്ചം കുറവില്ലേ? അവിടെ പോയല്ലോ, അകത്ത് പോവാ, ഉള്ളിൽ പോവാ, നല്ലത്. ക്ലാരിറ്റിയേ ഇല്ല, ഇരുട്ട് പിടിച്ച മാതിരി ഉണ്ട്. ഡ്രസ്സ് വേറെ, എന്താണ് കറുപ്പ്, പുട്ടും ബീഫും. എന്താ ഡ്രസ്സ് പോട്ടാണ്, ഷാൾ പോടുന്നു, അതാ പറഞ്ഞു. ഇല്ല എന്താ ഓക്കെ, ഞാൻ ഷാൾ പോടുறேங்க. രവി, അനിത, ശരിയേട്ടാ പറയട്ടാ, അണ്ടർസ്റ്റാൻഡപ്പാ? ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ്. സത്യത്തിൽ ജിമിക്കാട്ടോ നല്ലത്, അതല്ലേ? ടാനിക്കുട്ടി, நான் எப்படி இருக்கு? நானு நல்லா இருக்கிறீங்க, நீங்க நல்லா இருக்கிறீங்களா? நான் தமிழ்நாடு. டுடே ட்ரிப் ഗുരുവായൂർന്നാ? ഞാൻ വടവള്ളിയിലാണ്. ആണോ? വടവള്ളി, ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ. ഗുഡ് നൈറ്റ് മാഡം. പളനിസ്വാമി ഗുഡ് നൈറ്റ്. മുരുകേഷ് ഗുഡ് നൈറ്റ്. അനിത, എന്തായാലും ഈ മാസം പാലക്കാട് പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മാസമല്ല, ഈ ആഴ്ച പോകും റേഷൻ കാർഡിന്. എൻ്റെ വീട്ടിൻ്റെ അടുത്തിലെ ഒരു ഏട്ടൻ വിളിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അമ്മ ഇവിടെ വന്നു ഒരു സങ്കടം പറച്ചിലാണ്. എന്താണ്, ഒരു മിനിറ്റ്, ഞാനൊന്ന് വാതിലൊന്ന് അടയ്ക്കട്ടെ. അപ്പോൾ റേഷൻ കാർഡിൽ അങ്ങനെ കൈയൊക്കെ ഒപ്പിടണം, അപ്പോൾ വന്ന് തന്നെ ആവണം. എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ എന്തോ നെറ്റില്ലാതെ അവിടെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. ഇന്ന് ലീവ് എന്ന് പറഞ്ഞു. അപ്പം നാളെ ഉണ്ടാകും. അപ്പോൾ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ വിളിക്കാം, അപ്പോൾ നീ വരണം എന്ന് പറഞ്ഞു. അവിടുത്തെ ദാമോദരേട്ടെന്ന് വന്നിട്ട് ഒരേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മുമ്പാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ഞാൻ ഈ ആഴ്ച പോകേണ്ടതായിട്ട് വരും. ബാങ്കിലും പോകണം, കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടേ പെട്ടെന്ന് എനിക്ക് ലൈവ് ഓടാൻ പറ്റില്ല. കുറച്ച് ഇരുട്ടാണ്, ഒന്ന് സഹിക്കണേ. കുഞ്ഞിക്ക് എൻ്റെ ചെയർ അവിടെ പോയി. അയ്യോ, ചെയറുമില്ല. ഞാൻ ഈ ആഴ്ച തന്നെ പോകും. ക്യൂട്ട് ലുക്കി. ഇപ്പം എങ്ങനെയുണ്ടോ? ക്ലിയർ ഉണ്ടോ? കളിക്കുന്നില്ലേ? അതിന് അവിടെ ഇരുന്നിട്ടേ വെറുതെ. കുഞ്ഞിക്കിളേ, ബ്ലാക്ക് വൈറ്റ്. അയ്യോ, ഓ, ചേരനെ കാണുന്നില്ല. അതിനകത്താണെന്നാ തോന്നുന്നേ. അപ്പം എങ്ങനെയാണ്? വലിയ സുന്ദരി അല്ലെങ്കിൽ കാണാൻ കുഴപ്പമില്ല. വലിയ സുന്ദരി അല്ലെങ്കിൽ കാണാൻ കുഴപ്പമില്ല. വിനീഷേട്ടാ, പാട്ട് പോയാ? ഏത് പാട്ടാ അയച്ചോട്ടെ? ഫാമിലി എല്ലാം എല്ലാരുമേ ഉറങ്ങി. എല്ലാരുമേ തൂങ്ങിയിട്ടാണ്. 4 പേരും തൂങ്ങിയിട്ടാണ്. ആവട്ടെന്താ. ക്യൂട്ട്, താങ്ക് യു. അപ്പോൾ ഇപ്പം എവിടെയാണ്? വന്നപ്പോഴും ഒരു ഉഷാറ് വന്നിട്ടോളെ. മുഖം കറുത്തുന്നുണ്ടേ, കറുപ്പ് ഡ്രസ്സ് ഇട്ടിട്ട്. ഇനി ഇതിടില്ല കേട്ടോ. സാജനേട്ടാ, അതൊന്നും ചോദിക്കണ്ട, അവനെ സങ്കടപ്പെടുന്നുണ്ട്. ഇല്ല, സങ്കടമൊന്നുമില്ല. ഞാൻ പോകും കേട്ടോ. ഈ ആഴ്ച എന്തായാലും പോകണം കേട്ടാ. എൻ്റെ അമ്മയ്ക്ക് അരി വാങ്ങണ്ടേ? അടുക്കളയിൽ എത്തിയോ കേട്ടാ. ഹായ് വിനി.
ഒരു മെസ്സേജ് മേലെ പോയി നോക്കട്ടെ. രാധേട്ട അങ്ങനെ ചോദിക്കേ, അപ്പോൾ ഞാൻ പറയും എനിക്ക് റിസപ്ഷൻ ഉണ്ടായിരുന്നു. നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, കുറച്ച് കപ്പയും കറിയും. എത്രയും കഴിച്ചു. അത് കഴിഞ്ഞ് ചെറിയ 2 ജിലേബി പോരെ ഇന്നത്തെ കാര്യം. ഓ ഉഷാലായി. ഓക്കെ ഏട്ടാ, സൂപ്പർ. ടെരിയേട്ട എന്താ പറയുന്നത്? ഇപ്പോഴാണ് ആള് മനസ്സിലായത്. മുത്തുമണി മാല എന്നെ തൊട്ട് താലാട്ട് ഇന്ന് ഞാൻ സാരി ഉടുക്കാന്ന് വിചാരിച്ചാണ്. ചൂട് കാരണം ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ചൂട് കാരണം കേട്ടോ, സത്യം. ഇല്ലെങ്കിലൊക്കെ മഞ്ഞ കളർ ചിങ്കിച്ചാന്ന് പറഞ്ഞു മഞ്ഞ കളർ സാരിയൊക്കെ കൊടുത്തിട്ടുണ്ടാവുമായിരുന്നു. എന്ത് ചെയ്യാനാ. എൻ്റെ കുറേ മെസ്സേജ് മുകളിലേക്ക് പോയി. ആണോ കമൽ ചേട്ടാ? അയ്യോ, ഇവിടെ നിങ്ങളുടെ റിവേഴ്സ് പോയാലാണ് പ്രശ്നം. എവിടെ എവിടെ കമൽ PJ മേട്ടൻ എന്താണ് അയച്ചത് പറയേ. ചൂട് നല്ലത്. രവിയേട്ട പറയേട്ടാ. രവിയേട്ടാ പോവരുത് കേട്ടോ, ഇരിക്കോ. എൻ്റെ കുറേ മെസ്സേജ് പോയി. ബിനി നേരത്തെ മനസ്സിലായില്ല. എൻ്റെ ഡ്രസ്സിൻ്റെ കുഴപ്പമാണെന്നാണ് പറയണത്. ഡ്രസ്സ് ഇപ്പോഴൊക്കെ കുറച്ച് ഫ്രീ ആയിട്ടുള്ളത്. തിരുന്നൂറ് സൂപ്പർ അടിപൊളി. അതെ, അടിപൊളി. ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞല്ലേ, പറഞ്ഞ പിന്നെ ഞാൻ മൈൻഡിലുണ്ടാവും. ജയേഷ് ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എൻ്റെ അമ്മയെ സങ്കടിച്ചു. അനിതാ ഏതായാലും രാത്രിയിൽ സാരി വേണ്ട അല്ലേ? അത് തന്നെ അല്ലേ, സാരി വേണ്ട, ഉച്ചക്ക് കൊടുക്കല്ലേ. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ റേഷൻ കടയിൽ പോകണ്ട. സൈബർ ശരിയായിട്ട് വേണം വിരൽ വയ്ക്കാൻ. അതിന് ദിവസങ്ങൾ പിടിക്കും. ആണോ? ശരി, അപ്പം ശരി. ഹായ് ജെറിനേട്ടാ, നമസ്കാരം. ഹായ് ജെറിൻ, നമസ്കാരം. രൂപേഷ് ഗുഡ് നൈറ്റ്. സാപ്പിട്ടീங்களா ജെറിൻ ബ്രോ? കുഞ്ഞിക്കിലേ ഇജ്ജ് ഫുഡിയോ? എന്നോടാണോ ഏട്ടാ പറയുന്നത്? ഞാൻ കഴിച്ചു കിട്ടോളേ. എൻ്റെ ബിരിയാണി ഉണ്ട്. ജയേട്ടാ എൻ്റെ ബിരിയാണി കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ട് ഏട്ടാ, അന്നൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലേ. ഇന്ന് എൻ്റെ കസേര പ്ലാസ്റ്റിക് ചെയറാണ്, അതുകൊണ്ട് ഇങ്ങനെ ആടൊന്നുമില്ല. ഞാൻ പറയുന്നത് കാക്കണ്ട. ടെറിയേട്ടൻ പറഞ്ഞതാ. എന്താ പറഞ്ഞേട്ടെ? ഒരു കുഴപ്പമില്ല ഏട്ടാ, ഏട്ടനല്ലേ പറയണത്. എന്തായാലും വലുതായിട്ടൊന്നും പറയില്ല. വരുന്നുണ്ടെങ്കിൽ ശനി പൂരം അല്ലേ, കാവശ്ശേരി ഞാൻ വരുന്നുണ്ട്. ആണല്ലേ? ഇപ്പോൾ പോയിട്ട് കാര്യമില്ല. അതെല്ലേ, ശരിയാവട്ടെ. ഇപ്പം നമുക്ക് പോവാം. പാലക്കാട് പോയി എന്താപ്പോ പോയിട്ട് വരാമെന്നേ. അയ്യപ്പാ മുരുക, എല്ലാം ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു ഭഗവാനെ. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരം നൽകാൻ. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ. ഇജൊന്ന് കാണിച്ച ബിരിയാണിയുടെ അനുക്കുട്ടിയെ. അനിതാ ടീഷർട്ട് സൂപ്പർ, കമ്മലും നല്ലത്. ഒന്ന് ടീഷർട്ട് ആർക്കും ഇഷ്ടമായിട്ടില്ല. ജെറിനേട്ടനാണ് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞത്. താങ്ക് യു. ഹായ് ജെറിൻ ബ്രോ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഫോട്ടോ ഇട്ട് തന്നാൽ മതി. ഇപ്പൊ കാണിച്ചു തരാം. എന്തപ്പോ ബിരിയാണിയേ.
ബിരിയാണിൻ്റെ സ്റ്റൈലൊക്കെ മാറിയിരിക്കുകയാണ്. എന്തായാലും നോക്കിക്കോളി. എന്തായാലും എന്താ ഓക്കെ അല്ലേ? കാണുന്നുണ്ടോ? ഓക്കെ. പൂവി പൂവി പാലപ്പൂവേ ആയിട്ടറിയാട്ടോ. ജയൻഗോപി ഏട്ടാ നാട്ടിൽ എന്ന് വരുന്നത്? ഹായ് ജയൻ ബ്രോ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. യെസ് എന്ന് പറയും. തൽക്കാലം ബാങ്കിൽ പോകണം. അമ്മ പൈസ അടച്ചാൽ മതിയോ അതോ അനിത ഒപ്പ് ഇടണോ? ഇല്ല, അമ്മ ഒപ്പിട്ടാൽ മതി പൈസ. അത് ഇനി ആ ബാങ്കിൽ നിന്ന് അത് എടുക്കാനും അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ലോൺ എടുക്കാനുമാണ് എൻ്റെ കയ്യെഴുത്ത് വേണ്ടത്. ഇല്ലെങ്കിൽ ബാക്കി പൈസ കിട്ടുന്നവർക്ക് നമ്പർ മതി. അത് നമുക്കൊരു റെസീറ്റ് തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു നമ്പർ ഉണ്ടല്ലോ. നമുക്ക് ലോൺ അടയ്ക്കുമ്പോൾ ഒരു നമ്പർ തരുമല്ലോ, അത് ഇപ്പോൾ കാണിച്ചതിൻ്റെ പേരെന്താണ്? ബിരിയാണി എന്നൊക്കെ പറയാം. സന്തോഷപൂർവ്വം എന്നോട് ബെസ്റ്റ് ഫ്രണ്ട്. ആ ഓക്കെ. മണിക്കുട്ടി ഓക്കെ, ഗുഡ് നൈറ്റ്. അമ്മ അമ്മ മണി നീ എന്നെ മണി നീ എന്നെ സന്തോഷ് ബ്രോ എന്നോട് ബെസ്റ്റ് ഫ്രണ്ട്. ബിരിയാണി ഒരു പാഴ്സലിൽ എനിക്ക് വേണം. ഓ റോബിനേറ്റിന് ഇഷ്ടമായി ഏട്ടാ, തന്നിരിക്കും. ടേസ്റ്റ് ഉണ്ട് ഏട്ടാ, ടേസ്റ്റ് ഉണ്ട്. കാണാൻ വേണമെങ്കിൽ കുറച്ച് ഗ്ലാമർ കുറവായിരിക്കാം, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഞാന് ബിരിയാണി പാക്കലപ്പാ. അയ്യോ ഇപ്പൊ തന്നെ കാഞ്ചിങ്. ബിരിയാണി അത്രയ്ക്കൊന്നും കാണാനൊന്നും ലുക്കില്ല ഏട്ടാ. மணி அவ்வளோ ஒன்றும் நல்லா இல்லை. டேஸ்ட் இருக்குது, நான் சாப்பிட்டேன், நல்லா இருக்குது. நான் நல்லா இல்லைன்னா நல்லா இல்லைன்னு சொல்லுவேன். நானே தான் செஞ்சது, இருந்தாலும் கூட. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ. ബിരിയാണിയിൽ പീസ് ഇല്ലല്ലോ. പീസ് ഉണ്ട് ഏട്ടാ, പീസ് ഉണ്ട്. ഓരോ കാണിച്ചു തരണേ. ഞാൻ ഏട്ടൻ വരും, ഞാൻ പീസോടെ കാണിച്ചു തരുന്നതായിരിക്കും. ലെഗ് പീസ് ഇല്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞ പോലെ ലെഗ് പീസ് ഒന്നും ഇല്ല. ഞാനിവിടെ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയണത്? പിന്നെ ഇത് ഗ്ലാമർ കുറവാണെന്നാ പറയണത്. പീസൊക്കെ ഉണ്ട് കേട്ടാ. എന്തായാലും ഒരു 3 പേർക്കൊക്കെ വേറെ നിറയെ കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട്. കൊള്ളൂല എന്താ പറയണ? ബിരിയാണി കൊള്ളൂല എന്ന് പറയണത് ഇതേട്ടാ. എന്താ അത്? കാര്യമില്ല. ഓക്കെ. ന്യൂ ഐസ്ക്രീം. ഓ കഴിച്ചാൽ ഭംഗിയില്ലാത്തവർക്ക് അറിയാം ടേസ്റ്റ്. പറ്റേ ബിരിയാണിയാണ്. ഓക്കെ ഏട്ടാ, നമ്മൾ പാവങ്ങളല്ല ഏട്ടാ. പാവങ്ങളുടെ സ്റ്റൈലിലല്ലേ നമുക്ക് ബിരിയാണി ചെയ്യാൻ പറ്റുള്ളൂ. എന്താട്ടാ പറയണത്? ഓക്കെ. അവര് വാങ്ങി തന്നതാണോ അവിടെ അനുക്കുട്ടിയെ? ആര്? ഞാൻ ഉണ്ടാക്കിയതാണ് ഏട്ടാ. 1 കിലോ ചിക്കൻ വാങ്ങിച്ച് ഞാൻ ഉണ്ടാക്കിയതാ. ബിരിയാണി ലുക്കിലല്ല കാര്യം, വർക്കിലാണ് കാര്യം. എനിക്ക് വയ്യ. ലുക്കില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സത്യമാണ്. സാപ്പിടും മുടിഞ്ച സാപ്പിടും. എന്താണ് അവര് പറയട്ടെ ഏട്ടാ. ആരാ ദേഷ്യം വന്നത്? ജോബിയേട്ടും പറയട്ടെ. അവര് കുറച്ച് എന്താ പറയാ, നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. നമ്മുടെ അതൊന്നും ഇഷ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കുന്നേ. വിടി ധരണേട്ടാ, ജയേട്ടാ, വിടി. അവരെന്തോ പറയട്ടെ, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, സൂപ്പർ. താങ്ക് യു ഏട്ടാ. சாப்பிட முடிஞ்சு அப்புறம் ப்ரைஸ் அப்படி இருக்கும்பா. പുരിയില്ല. എപ്പോഴാണ് കഴിക്കുന്നത്? ഞാൻ കഴിച്ചു കേട്ടോ, അത് ബാലൻസ് ആണ്. എന്നും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ജാസ്തി ഉണ്ടാക്കും. രാവിലെ എണിച്ച് കുട്ടികൾ ബിരിയാണി എന്ന് പറയും. അപ്പോൾ ഇപ്പോഴല്ലേ ഉണ്ടാക്കിയുള്ളൂ, ഇപ്പോഴും കൂടെ ചൂടുണ്ട്. ഇപ്പോഴാണ് കഴിച്ചത്. ഗുഡ് നൈറ്റ് ലൈവ് വീഡിയോ നൈസ്. താങ്ക് യു ഏട്ടാ. സൂപ്പർ ബിരിയാണി, സ്വന്തം ഉണ്ടാക്കിയ ഗുഡ് എന്ന് പറയുന്നു, കഴിച്ചാൽ അറിയാം.
നീ വീട്ടിലുണ്ടാക്കിയ അതേട്ടാ ജയേട്ടാ, ഞാൻ ഉണ്ടാക്കിയതാണ് ഏട്ടാ. ആ ബിരിയാണി ഇനി കഴിക്കണ്ട, ഞങ്ങൾ ഇപ്പോൾ വെള്ളം ഇറക്കിയില്ല. അങ്ങനെയൊന്നുമില്ല. അതെ, റൈസ് വന്നിട്ട് എത്ര രൂപയാണ് അറിയോ? 1 കിലോ 60 രൂപ. ജീരക ചമ്പ എന്ന് പറയുന്നത്, ജീരക റൈസ്, ജീരക ബിരിയാണി, ജീരക ചമ്പ, ജീരക ചമ്പ എന്നല്ലേ പറയാ? എന്തോന്ന്. പ്രവീൺ, ഹായ് ഡിയർ, ലവ് യു അനിത, ഗുഡ് നൈറ്റ്. സൂപ്പർ ബിരിയാണി. ഷിബോട്ടന് ഇഷ്ടമായില്ല. അതെ അതെ, മട്ടൻ ബിരിയാണി സൂപ്പർ. മട്ടനല്ല ചിക്കൻ. മട്ടനല്ല കേട്ടാ, ചിക്കൻ ബിരിയാണി. എനിക്ക് ചിക്കൻ ബിരിയാണി ഒന്നുമില്ല, മട്ടൻ ബിരിയാണിയാണ് ഇഷ്ടം. ശരി, ഇപ്പോൾ കിട്ടിയത് നമുക്കൊരു വിശപ്പിന് കഴിക്കാമെന്ന് മാത്രം. சாப்பாடு டைம் முடிஞ்சு சாப்பிட்டேன். அப்புறம் பீஸு எப்படி இருக்கும்பா? பீஸ் எப்படி இருக்கும்? பீஸ் இருக்கு. இங்கே வந்து ரைஸ் தான் எல்லாருமே நல்லா விரும்பி சாப்பிடுவாங்க. பீஸு சாப்பிட மாட்டாங்க பசங்களெல்லாம். விரும்பி சாப்பிடணும் ரைஸ் சாப்பிடுவாங்க நல்லா. അതുകൊണ്ടാണ് ലെഗ് പീസ് ഒന്നും എടുക്കാത്തത്. മെസ്സേജ് പോയാ? എവിടെ പോയി? സാജനേട്ടൻ റിവേഴ്സ്. എവിടെ പോയി ഏട്ടാ സാജനേട്ടാ? കാണാനില്ല സാജനേട്ടാ. പോട്ടെ, സാരില്ല. എന്ത് ഫുഡ് പറഞ്ഞാലും ജയേട്ടനെ കാണണം. കൊതിയൻ. അയ്യേ, കൊതിയനല്ല. സൂപ്പർ ഡ്രസ്. ഏട്ടൻ്റെ അതിനൊരു സന്തോഷല്ലേ ഏട്ടാ, ഫുഡ് ഉണ്ടാക്കിയത് കാണിച്ചു കൊടുക്കാന്ന് പറയണത്. ശരീരത്തിന്ന് നാട്ടിൽ പോയാൽ നടുക്കണ്ടം കഴിക്കാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. ശരിയാ, തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം പഠിക്കണം എന്നാണ് പറയുന്നത്. പഴഞ്ചൊല്ല അടിപൊളി. അന്നേ അങ്ങനെയാണ് ചേട്ടാ. അന്ന് ഞാൻ ഒരു ബിരിയാണീൻ്റെ ഒരു ഇത് പറഞ്ഞില്ലേ, അതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഏട്ടൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടില്ല. കുളമായി കഴിഞ്ഞാലില്ല ഏട്ടാ, ശരിയാവില്ല ഏട്ടാ. ബിരിയാണിക്ക് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാലേ ഒരു ബിരിയാണി ഉണ്ടാക്കി തരാം. ഓക്കെ ഏട്ടാ, ഉണ്ടാക്കി തരും ഏട്ടാ, ഒന്നും കുഴപ്പമില്ല. സനിൽകുമാർ ഗുഡ് നൈറ്റ്. മിനീഷ അലിയ ഹരിദാസ് ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോഴേ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഏട്ടാ ബിരിയാണി എൻ്റെ തലയിൽ കൂടെ കൊട്ടു വയ്യ. അതുകൊണ്ട് അതേ, എപ്പോഴും എന്ത് സ്റ്റൈലാണ് ചെയ്യണം അതേ സ്റ്റൈലിൽ ചെയ്യും. ഉടുമ്പ് ഇറച്ചി കഴിച്ചിട്ടുണ്ടോ? ഉടുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോളെ. നടുക്കണ്ടം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ജയേട്ടാ? നടുക്കണ്ടം കിട്ടിയില്ലെങ്കിൽ ഓരത്തിലൊരു കണ്ടം കൊടുക്കും. നടുക്കണ്ടം വേണമെന്നൊന്നും ഇല്ലല്ലോ, നമുക്ക് ഓരത്തിൽ കണ്ടം മതിയേട്ടാ. ദം ബിരിയാണി ഉണ്ടാക്കി തരാം. ഓക്കെ ഏട്ടാ ദം ബിരിയാണി. ഞാൻ ബിരിയാണിയിൽ എല്ലാം ഇട്ടിട്ട് 2 വിസിൽ വെച്ച് എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കുക, അത്രയേ ഉള്ളൂ. ബിരിയാണി കിറ്റ് വാങ്ങിയാണ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ആണോ? ഇന്ന് ടേസ്റ്റ് ഉണ്ട് ഏട്ടാ. പറക്കി വെച്ച കല്ല് അവിടെ തന്നെ ഉണ്ട്. പറക്കി വെച്ച കല്ലോ എന്തത്? പറക്കി വെച്ച കല്ല് അവിടെ തന്നെ ഉണ്ടല്ലേ. പറക്കി വെച്ച കല്ല് താഴെ. അല്ലെങ്കിലും പ്രവാസികൾക്ക് നമ്മുടെ നാട്ടിലെ ഫുഡ് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അതാണ് ജയേട്ടൻ്റെ ഒരു മനസ്സ്. പാവം, നാട്ടിൽ നല്ല ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ചെത്ത് നടന്ന് പെട്ടെന്ന് ഇങ്ങനെ അവിടെ നിന്ന് പറിച്ച് നട്ട് ഗൾഫിലേക്ക് പോയതല്ലേ. ഗോപിയേട്ടൻ ഞങ്ങളുടെ നാട്ടിലേക്ക് ചോരെ കഴിച്ചാനുണ്ട്. വാറ്റുചാരൻ ഉണ്ടായിരുന്നു. ടൈം കിട്ടുന്നതെന്തും കഴിക്കണം. കിട്ടുന്നതെന്തും കഴിക്കണം. അതാണ്, പാലും പഴത്തിലും ഒതുങ്ങിയതാണ് ജയേട്ടൻ അല്ലേ ഏട്ടാ?
ഈ ഡ്രസ്സ് ഒപ്പിക്കാൻ വരും. അതെല്ലേ ഒപ്പിക്കല്ലേ, ഒപ്പിക്കാട്ടാ. ഇങ്ങനെ പോട്ടേട്ടാ. ഹായ് അനിത, നമസ്കാരം. നമസ്കാരം ശ്രീമുരുകൻ ഏട്ടാ, സുഖല്ലേ? ഇപ്പൊ കണ്ടോ കമന്റുകള്? ഇപ്പൊ എനിക്ക് തോന്നുന്ന മാതിരി എല്ലാം വായിച്ച് എല്ലാവരുടെ അടുത്ത് വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ വരുന്നത്. എന്തെന്താ രാജൻ കാണാൻ? രാജ് എവിടെ പോയി? കാണുന്നില്ല. ഇംഗ്ലീഷ് 4 എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിച്ചു. ഛേ, രാജിന് കാണാം. ജയേട്ട എന്നാ വരുന്നത്? എന്നാ വരുന്നത് ജയേട്ടാ? ഞാനും ചോദിക്കട്ടെ. ഡ്രസ്സാണ്, സൂപ്പർ ഡ്രസ്സാണെന്നാ പറയണത് ഷിബോട്ടെ. അതന്നെ. നടുക്കണ്ടം എന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ നടുക്കണ്ടം എന്ന് കേട്ടിട്ടുണ്ട്. അതും ഇത് എന്താണ് വ്യത്യാസേട്ടാ? അതും എന്താണ് വ്യത്യാസം? ഇത് മുടിയൊക്കെ അങ്ങനെ ഇവിടെ നിന്ന് വളരുന്നതാണ്. ചെറുതായിട്ട് നിൽക്കും. വല്ലാത്ത അനീഫേട്ടാ, ഞാൻ വന്നു പറയേട്ടാ. ഭക്ഷണമൊക്കെ കഴിച്ചേട്ടാ? സുഖമല്ലേ? എന്താണ് കഴിച്ചത്? ജിമിക്ക് സൂപ്പർ. ഓക്കെ. നാട്ടില് ആയിരുന്നപ്പോൾ ജയേട്ടൻ എന്നും ഷാപ്പിലെ ഫുഡായിരുന്നു. രാജ് വന്നു. ഞാൻ ചോദിച്ചതാണ്. റിങ്, മാച്ചിങ് ഇയർ റിങ് അല്ലേ എന്നൊന്നും ഇതുണ്ട് അല്ലേ രാജ്? സ്റ്റാർട്ടിങ് എന്റെ സ്പെഷ്യൽ ടുഡേ സൺഡേ എന്ന പ്രോഗ്രാം. പളനിസ്വാമി ഗുഡ് നൈറ്റ്. കോയമ്പത്തൂർ വിശേഷം, നല്ല വിശേഷം രാജ്കുമാർ. നല്ല ചൂട്. അയ്യോ രാജേട്ടാ. കവി ഹായ് ഹനീഫ്. പാടാം. പത്തിരി കോഴിക്കറി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ. പത്തിരി കോഴിക്കറി അല്ലേ ഏട്ടന് കഴിച്ചില്ലേ? സൂപ്പർ ഏട്ടാ. ഞാൻ പത്തിരിയും കോഴിക്കറിയും ഒന്നും കഴിച്ചിട്ടില്ല. പത്തിരി നൂലിപ്പുട്ട് കഴിച്ചില്ല. നൂലിപ്പുട്ടും കോഴിക്കറി അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്താ പറയുക, കപ്പയും മീൻകറിയൊക്കെ നല്ല ടേസ്റ്റാണ്. കപ്പയും ചമ്മന്തി, മുളക് ചമ്മന്തി എങ്ങനെയായിട്ട് അതൊന്നും കഴിച്ചിട്ടില്ല. അത് കഴിക്കണേ. അങ്ങനെ എടാ കുട്ടി, എൻ്റെ കൂട്ടുകാരൻ അനീഷ്, അവനും ഞാനും കൂടി ഒന്നിച്ചു ഗൾഫിൽ വന്നത്. അവനുണ്ട് ലൈവ് കാണാൻ. ആണോ അനീഷേട്ടാ? ഹായ് പറഞ്ഞോട്ടോളേ ജയേട്ടാ. അനുവിന് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേരുന്നു. എന്താ ഏട്ടാ? പോവാണ് ഏട്ടാ. കമൽ PJ ഏട്ടാ. ആൾ ഫ്രണ്ട്സ് ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അതെന്നെ മുടി എന്നെ ചെയ്തോ? എന്തുവാ അത്? ഒന്നുമില്ല ഏട്ടാ. എന്നെ ചെയ്യേ? ആര് ചെയ്ത് തന്നെ ഏട്ടാ? നാട്ടിൽ വരുമ്പോ കഴിക്കണം എല്ലാം. അതെ ഏട്ടാ, നമ്മള് അല്ലാണ്ട് എവിടെയോ ആണല്ലോ. വെയിറ്റ് മണി ഗുഡ്. ഞാൻ നേരത്തെ പറഞ്ഞ് ഈ മാസം ലാസ്റ്റാണ് പറഞ്ഞിട്ട് പിന്നെ കമ്പനിക്കാരുടെ കാര്യമല്ലടാ അനുക്കുട്ടിയെ. അതെ ഏട്ടാ പോട്ടെ ഏട്ടാ. കമൽ PJ ഏട്ടാ ഇരിക്കേട്ടാ. ചിക്കൻ ഗ്രേവി വിത്ത് റൈസ് ആൻഡ് റൊട്ടി. ഓ സൂപ്പർ രാജ്, അടിപൊളി ഫുഡ്. ഗുഡ്. ഇന്ന് ചിക്കനും കപ്പയും ചോറും സലാഡും മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു അനുക്കുട്ടി. സൂപ്പർ ഏട്ടാ, അടിപൊളി. പിന്നെന്താണ്? ഐ മെൻഷൻ സന്തോഷ് ചെറിൻ ആൻഡ് അനിത ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ കമൽ, അനുവിന് ഗ്രൂപ്പിൽ. അനിത, ഞാൻ ഇപ്പോൾ കല്യാണത്തിന് വായിച്ചല്ലോ. നാളെ കാണാൻ വരും. ഓക്കെ ഏട്ടാ. കമലേട്ടാ പോവുകയാണല്ലേ? നാളേക്ക് വർക്കുണ്ട് ഏട്ടാ. വർക്കുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ പോണത്. കണ്ടു കടലു കണ്ടിട്ട് എത്ര നാളായി. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ ശിവ. നാട്ടിൽ ഭയങ്കര ചൂട്. ഇവിടെയും തന്നെ ഏട്ടാ രാജകുമാർ ഏട്ടാ. ഒരാഴ്ച അമ്മേ. ഉച്ചയ്ക്ക് വന്നു ഏട്ടാ ഹനീഫേട്ടാ. ഉച്ചയ്ക്ക് വന്ന് പോയി വാങ്ങിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വന്ന് ബിരിയാണി വെച്ച് കഴിക്കുമ്പോഴേക്കും 9 മണിയായിട്ടാ. തക്കാളിച്ചോറ്, ഗ്രീൻ പീസ് റോസ്റ്റ് ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചില്ല. ഏട്ടൻ കഴിച്ചില്ല. ഓക്കെ ഏട്ടാ. സുൽഫിയുടെ ഞാനും കഴിച്ചു. ബിരിയാണി ആയിരുന്നു.
തക്കാളി ചോറ് സൂപ്പർ. ഗ്രീൻ പീസ് റോസ്റ്റ്, ആഹാ. വെജ് ഫുഡ്. മിസ്സിങ് യുവർ ഡാൻസ് റീൽസ് വെരി മച്ച്. ഡാൻസ് കളിക്കാനുള്ളൊരു മൂഡില്ല. ഞാൻ പോകുന്നു. നാളെ എങ്ങോട്ടോ പോകാനുണ്ട്. ഏട്ടാ, ഏട്ടൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ചേച്ചീൻ്റെയും ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെയും ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊന്നും ലൈക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഷെയർ മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. എന്താ ഏട്ടാ? ഗുഡ് നൈറ്റ്. ഓക്കെ. ലൈവിൽ എനിക്കിപ്പോൾ കൂട്ടുകാരില്ലാതായി. എന്താ അത് ഏട്ടാ? എല്ലാവരും ഒന്ന് രാധേട്ടനെ ഒന്ന് ക്ഷണിക്ക്. രാധേട്ട ഹായ്. രാധേട്ടന്ന് എല്ലാരും ഒന്ന് പറയും. എന്താ അത്? രാധേട്ടന് മറക്കല്ലേ. മറക്കല്ല, മിണ്ടാതിരിക്കരുത്. ബിനീഷേട്ട ഹായ് പറയും. ജെറിനേട്ട പറയും ഹായ് പറയും. കൊച്ചെ പോവാണ്. ഗുഡ് നൈറ്റ്. ഏട്ടാ റോബിനേട്ടാ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആശുപത്രിയിൽ നിന്ന് വന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്താ? പറയൂ. ഉറക്കം. തെരിയേട്ടാ ഹായോ? ഹായ് ഏട്ടാ. ഇരിക്കുക. അമ്പലത്തിൽ പോയോ? ഇല്ല രാജ്കുമാർ ഏട്ടാ, അമ്പലത്തിലൊന്നും പോയിട്ടില്ല. പോയിട്ട് എത്ര 6 മാസം അങ്ങോട്ടായി ഏട്ടാ. പോയിട്ട് പോണം. കൊട്ടേക്കാട് എവിടെയാണെന്ന് ചോദിക്കുന്നത് ലൈവില്. കൊട്ടേക്കാട് എവിടെയാണ് വീട്? കൊട്ടേക്കാട് തന്നെയാണ് അനീഷേട്ടാ. അനീഷേട്ടൻ്റെ വീട് എവിടെയാണ്? കറുത്ത പെണ്ണി നിക്ക പാടാട്ടോ. കറുത്ത പെണ്ണി നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടി ഞാനൊരു വണ്ടായി ചമഞ്ഞിലേടി എന്നാണോ? തുടിച്ചുത്തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ നിനച്ചിരിപ്പുണ്ട്. എൻ്റെ വൈഫിൻ്റെ ഫോട്ടോ കാണണോ? കുട്ടികളോടെയും ആണേട്ടാ. കാണേട്ടാ സാജനേട്ടാ, കാണണം. അനീഷ്, ഞാൻ വയനാട്ടിലാണ്. എൻ്റെ ഭാര്യ വീട് പടലിക്കാട് അല്ലേ? പടലിക്കാട് എന്നല്ലേ? നീന്ന് വന്നാൽ അതാണ് കൺഫ്യൂഷൻ ആയത്. പടലിക്കാട് അറിയാട്ടാ, നമ്മുടെ വീട്ടിൻ്റെ അവിടെ തന്നെയാണ് ഏട്ടാ. 1 കിലോമീറ്റർ കൊട്ടേക്കാട്. എൻ്റെ വന്നിട്ട് ആനപ്പാറ അറിയോട്ടാ. ഹായ്. ഞാൻ ജോലിയിലാണ്, ഒരു ഒഴിവുമില്ല. അയ്യോ ഗഫൂറേട്ടാ. അക്ക ഗുഡ് നൈറ്റ് അക്ക. ഓക്കെ. രാധേട്ടാ ഹായ്. രാധേട്ടാ ഹായ്. ഞാൻ പാട്ട് എഴുതിയ തിരക്കിലായിരുന്നു രാധേട്ടാ, സോറി. രാധേട്ടാ എന്നോട് അങ്ങനെ പറയില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ് ബന്ധം. നാളെ വിടാം ഫോട്ടോ. ഓക്കെ സജനേട്ടാ. ഓക്കെ. അങ്ങനെ ഗുഡ്. പിന്നെ ആരാണ്? JP ഏട്ടൻ എവിടെ പോയി? JP ഏട്ടാ കാണാനില്ല. രവിയേട്ട ഉറങ്ങിയാ പോയാ? പിന്നെ സുരേഷ് ഏട്ടൻ വന്നിരുന്നു. ഹായ് സുൽത്താൻ. സുരേഷ് ഏട്ടാ പോയേട്ടാ. രാജ്കുമാർ ഗുഡ് നൈറ്റ്. ബിനീഷ് ഏട്ടൻ പോയാ? ബിനീഷ് ഏട്ടനല്ല, ബിനിലി. രാജ്കുമാർ ഗുഡ് നൈറ്റ്. ഇന്നെന്താ ഉറക്കം വരുന്നുണ്ടോ? എനിക്ക് വല്ലാണ്ട് എന്താണെന്നറിയില്ല കേട്ടോ. ഉറക്കം വരുന്നു. എൻ്റെ സ്റ്റിക്ക് പൊട്ടിപ്പോയി. ഇനി അതുപോലത്തെ ഒന്ന് വാങ്ങണം. സ്റ്റിക്ക് പൊട്ടിപ്പോയി. ഒരു ഇത് വാങ്ങണം, ടേബിൾ ലൈറ്റ് വാങ്ങണം. പിന്നെന്താണ് പറയൂ ഫ്രണ്ട്സേ. ഇപ്പൊ കണ്ട ആ സമയത്ത് ഒരേ വരവാണ് ഒരു കമന്റ്. പിന്നെ ഒരു സമയമായ അക്കം പോവില്ല, അവിടെ തന്നെ നിൽക്കും സ്റ്റോപ്പായിട്ട്. ആദ്യമായി ഗൾഫിൽ വരുന്ന സമയത്ത് കായംകുളത്ത് നിന്നും ട്രെയിൻ കയറി ഉച്ചയ്ക്ക് 1 മണിക്ക് കോഴിക്കോട് എത്തി. എൻ്റെ വൈഫിൻ്റെ ചേച്ചി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ചോറും വെള്ളവും കൊണ്ടുവന്ന് തന്നു. അയ്യോ തന്നു. എവിടെ പോയി നിൽക്കി പോകുന്നെന്ന് പറഞ്ഞു. നിൽക്കി കേട്ടോ. വെള്ളം കൊണ്ടുവന്ന് തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എൻ്റെ
ഞാൻ എൻ്റെ സാധനങ്ങളെടുത്തു, ഞാൻ ഗൾഫിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. പെട്ടിയും എടുത്തു തിരിച്ചു പോകാൻ തുടങ്ങി. അനീഷ് ശാന്തൻ ബായി എന്നെ പിടിച്ചു വലിച്ചു. അയ്യോ പാവം, അയ്യോ വയ്യ. എന്താണ് തിരിച്ചു ഇറങ്ങി പിടിച്ചു വലിച്ചു കയറ്റി കൊണ്ടുവന്നതാണ് അനിക്കുട്ടിയാണല്ലേ. പാവം, എങ്ങനെ ശരിയാ അനീഷ്. എന്താ പറയണത്? ചാറ്റ് മാത്രമേ ഉള്ളൂ, ഭക്ഷണമൊക്കെ കഴിച്ചോ? ചാറ്റ് മാത്രമേ ഉള്ളൂ, ഭക്ഷണമൊക്കെ കഴിച്ചു. ചാറ്റ് ചാറ്റ് മീൻസ് ചാറ്റ് ലൈവ്. വിനീഷേട്ട എന്താ പറയുന്നത്? ലൈവ് തുടങ്ങിയാൽ എന്നും ഉറക്കം വരും, ആദ്യമായി അല്ല. അതെ ഷിബേട്ട, ഗുഡ് നൈറ്റ് ഓൾ. സ്പെഷ്യൽ രാധേട്ടാ. ഷിബേട്ട പറയട്ടാ, ഉറക്കം വരുന്നുട്ടോ, വല്ലാണ്ട് ഉറക്കം വരുന്നു. കമ്മൽ കമ്മൽ പിഞ്ചമ്മേട്ടാ പോയില്ലല്ലയോ? കമ്മൽ സൂപ്പർ അല്ലേ? ഓക്കെ. എൻ്റെ കുറേ കമാൻഡ് വായിക്കാതെ വിട്ടു. കുറേ എണ്ണം പറഞ്ഞ എത്ര എണ്ണം? ഇന്ന് ഞാനും ഉണ്ട്, തെറിയേട്ടനുണ്ട്, ഞാൻ കണ്ടല്ലോ കേട്ടാ. ജനിൻ ഹായ്, ബിനീഷ് ഹായ്, സാജനേട്ടാ ഹായ്, ഗഫൂർ ഹായ്, ഹായ് ജയൻ ഗോപിയേട്ടാ ഹായ്. എല്ലാവർക്കും നമസ്കാരം. എന്നാ ഉണ്ട് രാധേട്ടാ? നമസ്കാരം. റോബിനേട്ടാ ഞാൻ ചോദിക്കേട്ടാ, എന്താ അത് ഇങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവരുടെ പേരും പറയണം, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ നിൽക്കാൻ പാടില്ല. അതാണ് എനിക്കത്, ഞാൻ ചിലപ്പോൾ മറവിയാണേ. അപ്പൊ ഞാനിപ്പോൾ അത് എല്ലാവരുടെ പറയാൻ എനിക്ക് പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ കണ്ടില്ല, ഇപ്പൊ വിട്ടില്ലേ? റോബിനേട്ടൻ ചോദിക്കുന്നുണ്ടോ എന്നാ ഉണ്ട് രാധേട്ടാ നമസ്കാരം എന്നൊക്കെ പറയുന്നു. പക്ഷെ ഏട്ടാ റോബിനേട്ടന്റെ പേര് അതിൽ എഴുതിയിട്ടില്ല. ഇതുകൊണ്ട് സങ്കടം വരും. ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് സങ്കടം വരും. അപ്പൊ എന്റെ പേര് മാത്രം ഇട്ടിട്ടില്ല രാധേട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പിടിച്ചതാണ് ഉറങ്ങിക്കോ. അതെ, ബിരിയാണി തലയ്ക്ക് പിടിച്ചതാണ് ഉറങ്ങിക്കോ. ശരിയേട്ടെ, ഇവിടെ ഇല്ല, കണ്ടില്ല. ഓക്കെ. അങ്ങനെ ജയേട്ടൻ പറയട്ടെ, അടുത്ത കഥ പറയും. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ശരി സങ്കടം വന്നു, കരച്ചിൽ വന്നു, ഞാൻ പോയില്ല. അതന്നെ, അങ്ങനെ പോവില്ല. നീ ഉറങ്ങി നീ ഉറങ്ങിയോ നിലാവേ, മഴ നിലാവേ, നീ അറിയില്ല. നീ ഉറങ്ങിയോ നിലാവേ. മെസ്സേജ് അയക്കുന്നതെല്ലാം മുകളിലേക്ക് ഓടുന്നുണ്ട്. മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാം ഓടുന്നുല്ലേ. എന്നിട്ട് എന്താ അതില്ലേ, വല്ലാത്തൊരു കുഴപ്പം. റിവേഴ്സ് പോകാം. പാലക്കാട് വേലയ്ക്ക് കാണാൻ പറ്റുമോ? പാലക്കാട് വേലയാ? എവിടെ? നമ്മുടെ മലമ്പുഴ അവിടെയാണ്. അവിടെയാണല്ലോ അവസാനത്തെ വേല അല്ലേ? അവസാനത്തെ അല്ല, പിന്നെ അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ വിഷുവേല. ഞാനിപ്പോ എന്താ പറയാ, തൽക്കാലം ഇല്ലാന്നപ്പോ പറയാൻ പറ്റുള്ളൂ, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടാ. സമയം 10:45 ലൈവ് 1 മണിക്കൂറായി. ആയില്ലേ? ശരിയെന്നാ ഞാൻ പോകുന്നു. എനിക്ക് ഉറക്കൊന്നിട്ട് വയ്യ. രാധേട്ടാ സാജനേട്ടാ ബ്യൂട്ടിഫുൾ അരുൾ രാജ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ എല്ലാവർക്കും വർക്കിന് പോകണം. പാവം, തിങ്കളാഴ്ച അല്ലേ, ഞായറാഴ്ച ഒരു ദിവസം ലീവ്. അങ്ങനെ അടിച്ചു പൊളിച്ച്. എന്തു ഭംഗി നിന്നെ കാണാൻ എൻ്റെ ഓമലാളെ, മകരസൂര്യനോ മനിക്കും മഞ്ഞു തുള്ളി പോലെ, മുത്തുമാല ചാർത്തി നിൽക്കും മുല്ലവള്ളി പോലെ. ഹായ്, ഹലോ ഡിയർ, ഗുഡ് നൈറ്റ് സച്ചിൻ. ഉറക്കം കൺകളിൽ ഊഞ്ചലാടും കിട്ടുമ്പോൾ ഉദിക്കും നിൻ മുഖം നെഞ്ചിലെത്തി. അതേട്ടാ. ആ വിനോദേട്ടാ പറയേട്ടാ ഗുഡ് നൈറ്റ്. പളനിസ്വാമി ഗുഡ്. ഞാനും ഉറങ്ങാൻ പോണം, ഉറക്കം വരുന്നു. ഇതുക്ക് മേലെ താങ്കാത്. ராஜ், என்ன ராஜ் பேச மாட்டேங்கிறாங்க?
ശേഖർ ഹായ് വെരി നൈസ് ഗുഡ് നൈറ്റ്. എന്നാൽ ശരി അന്നമ്മോ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി. അപ്പം മറ്റേ എന്താണ് സംഭവം, എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, റേഷൻ കാർഡിൻ്റെ അത്. അപ്പം ഞാൻ വരും. അമ്മ പോയി അവിടെ പോയി കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കുകയാണ്. അവള് വരുന്നില്ല, വിളിക്കുന്നില്ല, വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അവരെന്നെ വിളിച്ചിരുന്നു, ഒരു 6-7 മണിയാകുമ്പോൾ വിളിച്ചിരുന്നു. അപ്പം ഞാൻ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ വിളിക്കാം, ഇനി ഞാൻ വിളിക്കുന്ന സമയം ഇവിടെ നെറ്റ്വർക്ക് ശരിയായ വരണം, വിളിച്ചാ എന്ന് പറഞ്ഞു. ശരി പറഞ്ഞു. ആ പാട്ട് അങ്ങനെയും പാടാം അല്ലേ, അങ്ങനെയും പാടാം. ഷിബോട്ടെ ഗുഡ് നൈറ്റ് ആൾ. വിഘ്നേഷ് കുമാർ ഹായ് മൈ ഡിയർ, ഹായ്. ശരി, അപ്പം ഞാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. എന്തെങ്കിലുമൊക്കെ പറയേ, പോട്ടെ, പോയിട്ട് കിടന്നുറങ്ങാം. രാവിലെ എണീക്കണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കണം, 6 മണിക്ക് ഇരിക്കണം. ഇതൊക്കെ തന്നെ റൊട്ടീൻ ലൈഫ്. നേരായി, അതെ. ഗുഡ് നൈറ്റ്. കൃഷ്ണകുമാർ ഗുഡ് നൈറ്റ്. വരുന്ന ദിവസം അറിയിക്കെ, പറ്റുമെങ്കിൽ കണ്ടുമുട്ടാം. പാലക്കാട് പക്കത്തില് എന്തായാലും ബാങ്കിലേക്ക് പോകണം. അല്ല, ഫസ്റ്റ് റേഷനിൽ പോവും, റേഷൻ്റെ കാര്യങ്ങൾ ശരിയാക്കും, പിന്നെ അങ്ങനെ ബാങ്കിലേക്ക് വരും, അങ്ങനെ പിന്നെ കോയമ്പത്തൂർ. രാത്രി എല്ലാവരും ഉറങ്ങുകയാണ്, പറഞ്ഞിട്ട് പോകുന്നില്ല. അതെന്താ? എന്തായാലും ലൈവ് കഴിഞ്ഞോ? എന്തായി ലൈവ് കഴിഞ്ഞു? ഗഫൂറേട്ടാ കഴിഞ്ഞു, ലൈവ് കഴിഞ്ഞു. നേരം വെളുത്തിട്ട് പോവാം. ശരിയായിട്ട് എന്നും പറയുന്നതാണ്. സുന്ദർ ഹായ്. ഇവിടെ 5 മണിക്ക് എഴുന്നേക്കും. ബിജു ഏട്ടാ 5 മണിക്കില്ല, ഞാനിവിടെ 6 മണിയാവും കേട്ടോ. 6 മണിക്ക് എണീക്കും. 6 മണിക്ക് എണീറ്റാൽ മതി. 9 മണിക്ക് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം 9, 8:45 സ്കൂളിലേക്ക് റെഡി ആയിട്ട് പുറത്ത് നിൽക്കുമ്പോൾ 8:45, 8:50 ആവും. 9:10 സ്കൂൾ അവിടെ. അതിൻ്റെ ഉള്ളിൽ അവിടെ എത്തും. ഇവിടുന്ന് സ്കൂളിലേക്ക് എത്ര? ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ. അപ്പം ശരി എന്നാ. ബസ് വരും, 8 മണിക്ക് വരും. ഫുഡൊന്നും കഴിക്കില്ല കുട്ടികൾ രാവിലെ. അപ്പോൾ കഴിക്കാൻ ബസ് 8 മണിക്ക് വരുമ്പോൾ പെട്ടെന്ന് എണീറ്റ് കുളിച്ച് വേഗം റെഡി ആയിട്ട് 8 മണിക്ക് പോകാൻ പറഞ്ഞാൽ ഭയങ്കര സങ്കടം, പാവം രണ്ടാമത്തെ കുട്ടിയെ. അത് കാരണം ആ ബസ്സിനെ നമ്മൾ ഒഴിവാക്കി നമ്മൾ കൊണ്ടുപോയി വിടണം. ഫുഡൊക്കെ കഴിച്ചിട്ട്, രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് മെല്ലെ എണീറ്റ് കളിച്ച് ചിരിച്ചിട്ട് സ്കൂളിലേക്ക് ഇറങ്ങണ മാതിരിയുള്ളൊരു ടൈമാണ്. കുറച്ച് കഴിഞ്ഞ് പോകാം. ഗുഡ് നൈറ്റ്. 1 മണിക്കാണ് എഴുന്നേറ്റത്. ഇല്ല, നേരത്തെ എണീറ്റു. സോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കാൻ വൈകിപ്പോയി. സിസ്റ്റർ ഓക്കെ. അപ്പം ശരി എന്നാ, പോട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ടാറ്റ, ഗുഡ് നൈറ്റ് കേട്ടോ. പോകുന്നു. ആരോ ഇരിക്കാൻ പറഞ്ഞു, സോറി ഏട്ടാ, സതീഷ് ഏട്ടാ. ഇപ്പോൾ ലൈവ് നിർത്തുമോ ഇല്ലയോ? നിർത്തി, ഫിനിഷ്. ഷോ അയ്യ. ടാറ്റ ഏട്ടാ, ഫിനിഷ് ഏട്ടാ, ടാറ്റ. മധു 26-ാം തീയതി ബിരിയാണി വെക്കാൻ ഒരാളെ വേണമായിരുന്നു. അന്നമ്മയ്ക്ക് വരാൻ പറ്റുമോ? ഓ, ഞാൻ വരാം. ബിരിയാണി വെക്കാനല്ലേ. പിന്നെ എന്താണ്, പിന്നെ പൈസന്റെ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുള്ള വെറുതെ വരാൻ പറ്റില്ല, ഇത്രയും ദൂരം. അപ്പം ലോങ്ങിന്റെ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരും. എന്താണ് ബിരിയാണി വെക്കണം? എന്താണ് ഹെൽപ്പറിലാണ് ഏട്ടാ? ഉള്ളി അരിയാനാണോ? ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിയാനാണോ ഏട്ടാ? ഹെൽപ്പറിന് എത്ര പൈസ കിട്ടും ഏട്ടാ? രാജ് ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ രാജ്. പളനിസ്വാമി ഗുഡ് നൈറ്റ്. ജോസഫ് ഗുഡ് നൈറ്റ്. എൻ്റെ മെസ്സേജ് പോയി, അതാ പോയാ. വായിക്കട്ടെ. സാജനേട്ടൻ എവിടെ പോയി? സാജനേട്ടൻ ഇവിടെ ഉണ്ട്.
അനിതയ്ക്ക് നല്ല സങ്കടമുണ്ട്, വിഷമം ഈ പറച്ചിലിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതെ കേട്ടോ, എൻ്റെ മെസ്സേജ് പോയി, ഞാൻ വായിച്ചു കേട്ടാ. ഗുഡ് പളനിസ്വാമി, ഗുഡ്. ശരിയെന്നാ ഈ ലൈവിലിരിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഞാൻ പോകുന്നു, നമുക്ക് നാളെ ഉച്ചയ്ക്ക് കാണാം. ഓക്കെ, ടാറ്റാ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വലിയ ഒരു സന്തോഷമുള്ള ഒരു വാർത്തയാണ്. എന്താന്ന് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, 4 ലക്ഷം പേരായേ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ നമ്മുടെ ഇതിൽ എൻ്റെ ഈ ഫേസ്ബുക്ക് പേജിൽ 4 ലക്ഷം പേരായി. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പറയാനേ ഇല്ല, നല്ല സപ്പോർട്ടാണ്. നന്ദി വാക്കുകളൊന്നും പറയുന്നില്ല, പറഞ്ഞാലൊന്നും അതൊന്നും എനിക്ക് അത്രയ്ക്കൊന്നും പോരാ. എന്നാൽ അത്രയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്ര വീഡിയോ നല്ല മോശമല്ല, എന്താ പറയാ, ഒന്നിനും കൊള്ളില്ല. റീൽസ് അല്ല, ഒന്നിനും കൊള്ളില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാലും നല്ല എന്താ പറയാ, നല്ലതൊക്കെ പറഞ്ഞ് എന്നെ എന്താ പറയാ പിന്നെയും റീൽസൊക്കെ ചെയ്യാനുള്ള മനസ്സുണ്ടാക്കി തരുന്നു. നല്ല ഫ്രണ്ട്സുമാർ നല്ല സപ്പോർട്ടാണ് റീൽസിലൊക്കെ. താങ്ക് യു കേട്ടോ. നാളെ ഓക്കെ കേട്ടോ. അപ്പം ശരി എന്നാ കേട്ടോ. ചിലപ്പോൾ വിറക് വെട്ടി കീറാനായിരിക്കും. കിണർ പണിക്കാരാണ്. ഒരു 10 ബിരിയാണി ഉണ്ടാക്കണം. 2ാമത്തെ മകൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ കേട്ടാ. പിന്നെ എന്തിനാ നമ്മൾ 10 പേർക്കല്ലേ, അതിപ്പോ എന്താ ഉള്ളത്, അതിലൊന്നും അങ്ങനെ ഇവർ എന്നെ പിടിച്ചു വലിച്ചു കയറി കൊണ്ടുവന്നത് നിൽക്കുമ്മ, ഒരു മിനിറ്റ്. അങ്ങനെ ഇവർ എന്നെ പിടിച്ചു വലിച്ചു കയറ്റി കൊണ്ടുവന്നത് മുംബൈയിലെ വന്ന് ഇറക്കി. എന്നിട്ട് ഞങ്ങൾ മുംബൈയിൽ എൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചു കാണുന്ന ബാറിൽ കയറി അടിച്ചു. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് അവിടെ നിന്ന് റൂമിലെത്തി ഉറങ്ങി. പിറ്റേ ദിവസം വന്നിട്ട് എയർപോർട്ടിൽ നിന്നും സൗദി എയർ ലൈസൻസിൽ കയറിന എയർലൈൻസിൽ കയറി സൗദിയിലെത്തി. റിയാദിൽ വന്നപ്പോൾ 20 തമിഴ് ആളുകൾ, ഞങ്ങൾ 5 മലയാളികൾ, എന്നെയും 20 തമിഴ്, ഞാനും ഒരു മലയാളി. കൈബറിലെത്തിയത് ആണ് അനിക്കുട്ടി. ഓക്കെ ഏട്ടാ, സൂപ്പർ ഏട്ടാ, സൂപ്പർ. ഇനി അടുത്തത് നല്ല രസമുണ്ട് കേട്ടാണ് വായിക്കാനും കേൾക്കാനും. അങ്ങനെ ഒരു മനസ്സിലൊരു ഗാലറി അങ്ങനെ വന്നു, എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട്. ശരി ഏട്ടാ, സൂപ്പർ ഏട്ടാ. എൻ്റെ കുറേ മെസ്സേജ് വായിച്ചില്ലെന്നും പറഞ്ഞപ്പോൾ അത് നോക്കിയില്ല. ഇപ്പോൾ സഹജനേട്ടൻ പറഞ്ഞപ്പോൾ അത് പോയി നോക്കി. യു ബെസ്റ്റ്. ഇതിന് ഞാൻ എന്ത് മറുപടി കൊടുക്കുക? തെറ്റെൻ്റെ ഭാഗത്താണ്. ഇജു ഇരുന്നാൽ ബാക്കി കഥ പറയാണ്ട് അനിക്കുട്ടി. നാളെ നമുക്ക് ഉച്ചയ്ക്ക് പറയാട്ടാ ജയേട്ടാ. ഇതങ്ങനെ നിർത്തിയിട്ടോളേ, ഉച്ചയ്ക്ക് നമുക്ക് പറയാം. നല്ല രസമുണ്ട് കേട്ടാ കേൾക്കാൻ. ടാറ്റാ ടാറ്റാ ടാറ്റാ. ജയേട്ടാ ജയേട്ടൻ തുള്ളൽ തുടങ്ങി. തുള്ളലല്ല, അതൊക്കെ അവൻ്റെ എന്താ പറയാ, അതൊന്നും മറക്കാൻ പറ്റില്ല. ആദ്യത്തെ ഒരു വരവ് എങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ചേച്ചിയൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവില്ല ഏട്ടാ, ജയേട്ടാ. ഇനി ഞാൻ പറയുന്നത് സത്യമാണ്, അതെനിക്ക് അറിയുന്നുണ്ട് ഏട്ടാ, അതൊന്നും പറയരുത്. അത് എനിക്കറിയാലോ സത്യമാണോ എന്നുള്ളത്, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഓക്കെ ഏട്ടാ, സൂപ്പർ. ഗുഡ് നൈറ്റ് ഏട്ടാ. ഇനി ഞാൻ ഇരിക്കുന്നില്ല, എൻ്റെ കണ്ണിങ്ങനെ അടയുന്നു. അത് എൻ്റെ സ്വന്തമാണ് ജരൻ. അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ, അടിപൊളി. സുധീഷ് കുമാർ. സാജനായിട്ട് ആണ് ആദ്യത്തെ എൻ്റെ ഫ്രണ്ട്. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഓരോരുത്തരായിട്ട് ഫ്രണ്ടായിട്ട് ഇങ്ങനെ വന്നത്. ഫ്രണ്ടായിരുന്നു എല്ലാവരും,
എല്ലാവരും എൻ്റെ അടുത്ത് അധികം ഒരുപാട് എന്നെ വിളിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ അന്വേഷിച്ചതൊക്കെ സാജനേട്ടനായിരുന്നു. അതിനുശേഷമാണ് പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ ഫ്രണ്ടായത്. അതുകൊണ്ട് നമ്മളുടെ വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരു ലൈവ് ജയേട്ടന് വേണ്ടി തരാം. എന്തിന് പറയണല്ലേ, പിന്നെന്താ, ഞാൻ ഒരു ലൈവാ ദിവസം ഓരോ ലൈവ് ഞാൻ ജയേട്ടന് വേണ്ടി മാറ്റി വെക്കുന്നതായിരിക്കും. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തല്ലേ, രാവിലെ നേരത്തെ വരട്ടാ, 6 മണിക്ക് വരാൻ ഞാൻ ലൈവ് ഇടുക, കുക്കിംഗ് പരിപാടികളൊക്കെ നടത്തുക. ഞാൻ കുക്കിംഗ് ചെയ്യും, വായിക്കുകയും ചെയ്യും. എന്തായാലും റേഷൻ കാർഡിന്റെ കാര്യത്തിന് വീട്ടിൽ പോകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. അതായത് ഒരാഴ്ച, അപ്പൊ കുട്ടികളുടെ സ്കൂള്, പരീക്ഷ, ഇതൊക്കെ എന്ത് ചെയ്യും? നടക്കൂല ഏട്ടാ, നടക്കൂല. പള്ളിസ്വാമി ഗുഡ് നൈറ്റ്. അല്ല ഏട്ടാ, അവിടെ ഇരിക്കാൻ പറ്റില്ല, വീട് ഇങ്ങനെ വീഴാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങളോട് ആരാടാ അനുക്കുട്ടി, അതാ, അയ്യോ അങ്ങനെയല്ല ഏട്ടാ, ജയേട്ടാ അങ്ങനെയല്ല പറഞ്ഞത്, സാജനേട്ടൻ ഫസ്റ്റ് വന്നു എന്ന് പറഞ്ഞത്. ബാക്കി പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നു. അപ്പൊ നമുക്കൊരു 10-15 ഫ്രണ്ട്സ് സപ്പോർട്ടിങ് ആയിട്ട് ഉണ്ട് അല്ലേ. ബാക്കി എല്ലാവരും സപ്പോർട്ടുണ്ട്, എന്നാലും കൂടെ എൻ്റെ അടുത്ത് കൂടെ വർത്താനം പറഞ്ഞ് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും നിൽക്കണത് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ നാളെ മുതൽ സാജനേട്ടൻ മാത്രം മതി, അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഏട്ടാ. ഓ, ഞാൻ തുറന്ന് സംസാരിച്ചാലും പ്രശ്നമാണ്, ഞാൻ ഒന്നും മിണ്ടുന്നില്ലേ. ആദ്യത്തെ ഫ്രണ്ട് ആയത് കൊണ്ടാണോ? അതല്ല ഏട്ടാ, എന്തോ എനിക്കറിയില്ല. വിടിയേട്ടാ, രാത്രി ഉറങ്ങണേ എനിക്ക്. ഗുഡ് നൈറ്റ്, ടാറ്റ.